ഹലോ ഫ്രണ്ട്സ്, നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചമ്മന്തിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നത്. അത് മുരിങ്ങൻ്റെ ഇല വെച്ചിട്ട്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഏത് മുരിങ്ങൻ്റെ ഇല കഴിക്കാത്ത കുട്ടികളും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓളെന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിടണം. എന്നാലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. മുരിങ്ങൻ്റെ ഇല, അരക്കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 4 വറ്റൽമുളക്, ചെറിയുള്ളി ഒരു 8-9 എണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല ഒരു 3 കൈപ്പിടി ഉണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ചെറിയൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ മതിയെ പുളി. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ടതാണ്, കുരുല്ലാത്ത പുളിയാണ്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചുകൊടുത്ത് ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആ വറ്റൽമുളക് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് ചെറിയുള്ളി, തൊലി കളഞ്ഞ് വെച്ചാൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളി ഒന്ന് അതിലിട്ടൊന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈം ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ പച്ചമുളകില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമുളകിൻ്റെ കളറൊന്ന് മാറി വന്നാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങൻ്റെ ഇല ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഞാൻ നന്നാക്കി കഴുകി വെള്ളമൊന്നും ഇല്ലാണ്ട് ഊറ്റി വെച്ചതാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങൻ്റെ ഇല ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. മുരിങ്ങൻ്റെ ഇലേൻ്റെ ഗുണങ്ങളെ പറ്റിയൊന്നും പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. നല്ലതാണ്. മുരിങ്ങൻ്റെ ഇല തോരൻ വെച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കാറില്ലേ. അപ്പോൾ ചില കുട്ടികൾ അങ്ങനെയൊക്കെ വെച്ചാൽ ആ കറികളൊക്കെ കഴിക്കാനും തോരൻ വെച്ചാൽ അതൊക്കെ കഴിക്കാൻ മടി കാട്ടുന്ന കുട്ടികളുണ്ടാവില്ലേ. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഇങ്ങനെ ചെയ്താൽ ഏത് കഴിക്കാത്ത കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മുളക് ചമ്മന്തിയാണിത്. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഒരുപാട് വാടാനൊന്നും നിൽക്കണ്ട കേട്ടോ, ഇത്രയും ആയാൽ മതി. നമുക്ക് ആ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് ഒന്നങ്ങ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പുളിയില്ലേ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി നിങ്ങളെ കയ്യിൽ കുരുള്ളതാണ് ഉള്ളതെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ആ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ. ഞാനിതിപ്പോൾ കുരു ഇല്ലാത്തതിനെ കൊണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്താൽ. ഇനി നമുക്ക് ആ വെള്ളം വറ്റുന്ന വരെ ഒന്നങ്ങ് ഇളക്കി വരും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി വരും കേട്ടോ. അന്നേരം ഫ്ലെയിം ഓഫാക്കാം. ആ പുളി അങ്ങോട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും. ഒരുപാട് വെള്ളമൊന്നുമില്ല, 1 സ്പൂണ് ചുടുവെള്ളം കേട്ടോ ഞാൻ ആ പുളിയിൽ ഒഴിച്ച് വെച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂട് തണിയണം. എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കണ മാതിരി തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. അപ്പോൾ ഞാനിതാ ഇവിടെ അങ്ങ് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൂ പണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി അമ്മിയിൽ അരയ്ക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യട്ടോ. അമ്മിയിലൊക്കെ അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുരിങ്ങൻ്റെ ഇല വീട്ടിലുള്ളവർ വേഗം തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിക്കോളി. അടിപൊളിയാണ്. ചോറ് ഒരുപാട് കഴിച്ചു പോകും കേട്ടോ. കുട്ടികളാണെങ്കിലും നല്ല ഇഷ്ടത്തോടെ ചോറ് കഴിക്കുന്നതായിട്ട് കാണാം. വേറെ പ്രത്യേക കറികളുടെ ഒരു ആവശ്യവും. ചോറിന് നമ്മൾ പലതരം ചമ്മന്തികളൊക്കെ കഴിച്ചവരായിരിക്കും. പക്ഷേ ഈ ഒരു മുരിങ്ങൻ്റെ ഇല ചമ്മന്തി നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. എല്ലാവരും സപ്പോർട്ടും വേണം. എന്നാലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ചമ്മന്തി മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.